രാമക്കൽമേട് യാത്ര പോകുന്ന ആളുകൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ആമപ്പാറ എന്ന് പറയുന്നത്. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ കടന്നു വരാൻ തുടങ്ങിയിട്ട് അധികകാലമൊന്നുമായില്ല. തമിഴ്നാടിൻ്റെ റിസർവ് ഫോറസ്റ്റിലൂടെ സാഹസികമായ ഓഫ് റോഡ് ജീപ്പിലുള്ള യാത്രയാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ അതിലേക്കുള്ള യാത്ര ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. ഈ ആമപ്പാറയുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ആകാശത്തു നിന്നും തൂങ്ങിക്കിടക്കുന്നതാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള പാറകളാണ്. അവയ്ക്കിടയിലൂടെ തത്തിക്കളിച്ച് നടക്കുന്ന കോടമഞ്ഞ്, ചുറ്റും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും കുന്നുകളും ഗുഹകളും. ത്രില്ലിംഗ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച ഒരു ലൊക്കേഷൻ എന്ന് വേണം പറയാൻ. പുറന്തോടിനുള്ളിൽ നിന്നും പതിയെ പുറത്തേക്ക് തല നീട്ടുന്ന ആമയെപ്പോലെ തോന്നിക്കുന്ന ഒരിടമാണ്. അവിടെ 20 അടി ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള വാച്ച് ടവറിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. താഴെ കാണുന്നതാണ് ആമപ്പാറ എന്ന് പറയുന്നത്. രാമക്കൽമേട് നെടുങ്കണ്ടം റോഡിൽ നിന്നും ഈ തോവാളപ്പടി എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഈ പറഞ്ഞ ആമപ്പാറയിൽ എത്താൻ കഴിയുന്നത്. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഹരമ്പ വരുന്നൊരു അനുഭവമായിരിക്കും. ഈ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആമയെപ്പോലെ തന്നെയാണ് ഈ പാറ കണ്ടാൽ തോന്നുക. കഷ്ടിച്ച ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു നടപ്പാതയിലൂടെയാണ് നമുക്ക് ആമപ്പാറയിലേക്ക് എത്താൻ കഴിയുക. വലിയ ഒരു പാറ, അതിനകത്ത് 2 പൊത്തുകൾ, ഒന്നിലൂടെ കയറി മറ്റേ പൊത്തിലൂടെ വേണം പുറത്തിറങ്ങാൻ. അപ്പോൾ ഇങ്ങനെയുള്ള പടുകൂറ്റൻ പാറക്കിടയിലൂടെ നിരങ്ങിയും ഇരുന്നും കിടന്നുമൊക്കെ വേണം നമുക്ക് മറുകരയിലെത്താൻ. അത്ര കഷ്ടപ്പെട്ട് ആ മറുവശത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. മഞ്ഞുകാലം ആകുമ്പോൾ ആമപ്പാറയ്ക്ക് ചുറ്റും കോടമഞ്ഞ് കൊണ്ട് നിറയും. ഈ സമയത്ത് ഇവിടേക്കുള്ള യാത്ര അപകടകരമാണെന്നാണ് പറയുന്നത്. സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി നിരവധി സുരക്ഷാ ക്രമീകരണങ്ങൾ അടുത്തിടെയായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരാൾക്ക് 25 രൂപ ടിക്കറ്റാണ് ആമപ്പാറയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള റേറ്റ് എന്ന് പറയുന്നത്. പാറയ്ക്കകത്തൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ആയാസകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. വണ്ണമുള്ള ആളുകൾക്ക് ഇതിനിടയിൽ കൂടെ കടന്നു പോകാൻ കഴിയില്ലെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ വ്യൂ ആണ് ഹൈലൈറ്റ്. ആ ഇടയ്ക്കുള്ള ഭാഗത്തൂടെ പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ സാധിക്കും. മഞ്ഞുള്ള സമയത്ത് മഞ്ഞ് നമുക്കിങ്ങനെ കോരിയെടുക്കാൻ കഴിയും. അതേപോലെ മേഘങ്ങൾ പോലെ മഞ്ഞ് നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറയുന്ന ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇത് പോയി എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ അത് എത്രത്തോളം മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ ആമപ്പാറയിലേക്കുള്ള സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ ഞാൻ ചേർക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. അതുമാത്രമല്ല നല്ല കാറ്റാണ്. ഒരു പ്രത്യേക സുഖമാണ്. നമ്മളത്രയും ഇടുക്കിലൂടെയൊക്കെ കയറി വന്ന് വേർതിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക സുഖമാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഫ്രണ്ട്സായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ ഫോട്ടോ എടുത്താലും അടിപൊളി തന്നെയാണ്. ദൂരെ കാറ്റാടിപ്പാടങ്ങളും മലകളും മലനിരകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നല്ല കുഴിയല്ലേ? നല്ല കുഴിയാ. ഇതിലേക്ക് വീണാൽ പരിക്കുണ്ടാവും. നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? അവിടെ അല്ലേ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ജീപ്പിൻ്റെ ഡ്രൈവറാണ്. വിഷ്ണു എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത തവണ രാമക്കൽമേട് പോകുമ്പോൾ ആമപ്പാറ മിസ് ചെയ്യാതിരിക്കുക. ഈ സ്ഥലം തീർച്ചയായിട്ടും സന്ദർശിക്കുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇവിടുത്തെ ആ പ്രകൃതി സൗന്ദര്യവും ആ മനോഹാരിതയും ഒരു സമാധാന അന്തരീക്ഷവും ഒക്കെ ഒന്ന് ആസ്വദിക്കുക തന്നെ ചെയ്യുക. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ദൂരെ കാറ്റാടിപ്പാടം കാണാം. അതേപോലെ തന്നെ മരങ്ങൾക്കിടയിലുള്ള സൂര്യാസ്തമയം ആസ്വദിച്ച് പീസ്ഫുള്ളായിട്ട് മടങ്ങാൻ സാധിക്കും. അപ്പോൾ രാമക്കൽമേട് യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.